എല്ലാ കുടുംബങ്ങളും കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ ഇൻഫർമേഷനാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ കോടിക്കണക്കിന് രൂപ RBIയിൽ ഉണ്ടായേക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ അടുത്ത് ദുബായിൽ ബിസിനസ് ചെയ്തിരുന്ന ഒരു ഹാജിയാരുടെ വൈഫും മകളും എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ അവരുടെ കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഉപ്പ ഏകദേശം 40 വർഷക്കാലങ്ങളോളായിട്ട് ദുബായിൽ മാത്രമല്ല GCCയിൽ പല രാജ്യങ്ങളിലായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ പല പ്രോപ്പർട്ടികളും ഇൻവെസ്റ്റ്മെൻറ്റ്സും സംഭവങ്ങളും ഒക്കെ ഉണ്ട്, പാർട്ട്ണർഷിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിവരങ്ങളൊന്നും അദ്ദേഹം ആക്ച്വലി ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തിട്ടേ ഇല്ല. ഫാമിലിക്ക് അറിയില്ല അദ്ദേഹത്തിന് എവിടൊക്കെയാണ് സ്വത്തുള്ളത്, ഏതിലൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്, എന്തൊക്കെയാണ് സംഭവം, എവിടൊക്കെയുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി ഇത് എങ്ങനെ റിക്കവർ ചെയ്യും, എവിടെ പിടിക്കും, എന്താക്കും, ഒരു ഐഡിയ ഇല്ലാതെ സത്യത്തിൽ അയാൾ വലിയ കോടീശ്വരനായി ജീവിക്കുമ്പോഴും അയാളുടെ ഭാര്യയും മക്കളും ഇനി അങ്ങോട്ട് സത്യത്തിൽ അയാളുടെ മൊത്തം സമ്പത്തും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്ന ഒരു സാഹചര്യം ഇല്ല. കാരണം അത് എന്തൊക്കെയാണ് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് എന്നറിയില്ല. അപ്പോൾ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഈ അടുത്ത് RBI പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് കൂടി പറഞ്ഞുതരാം. ഇന്ത്യയിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ മാത്രം 78,000 കോടി രൂപ ലാസ്റ്റ് 10 വർഷമായിട്ട് അൺയൂസ്ഡ് ആയതിൻ്റെ പേരിൽ RBIയിലേക്ക് ബാങ്കുകളിൽ നിന്നും തിരിച്ചു പോയിട്ട് അവിടെ അൺക്ലെയിംഡ് മണി എന്നുള്ള ആ ഒരു ഫോമിൽ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. 78,000 കോടി രൂപ. അതിലൊരു 1-2 കോടി നമ്മളതും ആവാം. നമ്മുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ നമുക്ക് വേണ്ടി നോമിനിയായിട്ട് എഴുതി വെച്ച അല്ലെങ്കിൽ അവരുടെ സ്വത്ത് ആരിപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ പേരിൽ കുറേ FD ഉണ്ട്. അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ നോമിനിയെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നോമിനിയെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നോമിനിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ മകളോ മക്കളോ ഏത് ബാങ്കിലാണെന്ന് അവർക്കറിയില്ല. ബാങ്കുകാർ ഒരിക്കലും നമ്മളോട് വന്നിട്ട് എടാ നിങ്ങളൊരാൾ മരിച്ചിട്ടുണ്ട് കേട്ടോ, അയാളുടെ സ്വത്ത് ഇവിടെ ബാങ്കിലുണ്ട് കേട്ടോ, അത് വന്ന് എടുത്തോളൂ എന്ന് അവരൊരിക്കലും പറയില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം അങ്ങനെ ഒരുപാട്, അതായത് ഓൾമോസ്റ്റ് നിയർലി 1 lakh crore അടുത്തുള്ള ക്യാഷ് ബാങ്കിലാണല്ലോ ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു ക്യാഷ് ബാലൻസിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ബാങ്കുകാർ വന്നിട്ട് നിങ്ങളുടെ ക്യാഷ് ഇവിടെ അക്കൗണ്ടിൽ ഇട്ടോ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറയൂല. അവരുടെ ബിസിനസ് മോഡൽ വെച്ച് നോക്കി അവർ പറയൂല. പിന്നെ നമ്മൾ അത് തപ്പിപ്പിടിച്ച് ഇവിടെ ഈ ഡോക്യുമെൻ്റ് ഉണ്ട്, ഈ ബാങ്കിൽ ഇത്ര FD ഉണ്ട്, ഇത്ര ഇതുണ്ട്, ആ ഇൻഷുറൻസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്, അവിടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പോയിട്ട് നമ്മളെന്ത് ചെയ്യണം, അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സ്വത്ത് വിവരങ്ങളുടെ ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ടാക്കണം. ഏതൊക്കെ ബാങ്കിൽ ഏതൊക്കെ കമ്പനിയിൽ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ഫാമിലിയിലെ എൽഡർ സണ്ണോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആരെങ്കിലും നിങ്ങൾ ഭദ്രമായിട്ട് ഏൽപ്പിക്കണം. രണ്ടാമത്തേത്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വക്കീലുണ്ടായിരിക്കണം. അതും ഒരുപക്ഷെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കും. കാരണം ഇത് ഫാമിലിക്ക് അറിയില്ല, വക്കീലിന് അറിയാമെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആർക്കാണോ ആ സമ്പത്ത് പോകേണ്ടത് ആ ആൾക്ക് അത് അറിഞ്ഞിരിക്കണം, ആ പോർട്ട്ഫോളിയോ. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മളൊരു എന്ത് ചെയ്യുമ്പോഴും, ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോഴും മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോഴും FD ഇടുമ്പോഴും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും റിയൽ എസ്റ്റേറ്റ് ചെയ്യുമ്പോഴും പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവിടെ നോമിനിയെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ സമ്പത്ത് ആരിലേക്കാണോ പോകേണ്ടത് അവിടെ നോമിനിയായിട്ട് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. അത് വെരി ഇമ്പോർട്ടൻ്റ്. ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പയോ അല്ലെങ്കിൽ ബ്രദറോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു പോയി, നമുക്ക് അറിയില്ല നമ്മുടെ പേരിൽ ആക്ച്വലി അൺക്ലെയിംഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ പേരിൽ അൺക്ലെയിംഡ് മണി ഉണ്ടായിരുന്നു, ഉപ്പയുടെ കുറേ അക്കൗണ്ടിൽ കുറേ ക്യാഷ് അങ്ങനെ കിടപ്പുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാഷ് തിരിച്ചു പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്കിവിടെ എന്താ പറയുക, ആ വെബ്സൈറ്റിനൊരു പേരുണ്ട്, ഉദ്ഗം എന്ന് പറഞ്ഞിട്ടുള്ള RBIയുടെ പോർട്ടലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പാൻ നമ്പർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പാൻ നമ്പറിൻ്റെ ഉടമയുടെ പേരിൽ ഏതെങ്കിലും ബാങ്കിലും ഇങ്ങനെ ബാലൻസ് ഉണ്ടായിട്ട് അത് തിരിച്ചു പോയിട്ടുണ്ടോ, അത് RBIയിൽ കിടപ്പുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അവരുടെ ആ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും നോമിനി ഡീറ്റെയിൽസും ഒക്കെ കൊണ്ടിട്ട് നമ്മൾ ആ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ KYC കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1 month അല്ലെങ്കിൽ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്യാഷ് RBIയിൽ നിന്നും നമ്മുടെ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. മരണപ്പെട്ട ആൾ നമ്മുടെ പേരിൽ നോമിനിയായിട്ട് എഴുതി വെച്ച സമ്പത്ത് നമ്മളറിയാതെ വീണ്ടും RBIയിലേക്ക് ബാങ്കിൽ നിന്നും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് RBIൻ്റെ ഉദ്ഗം പോർട്ടലിൽ പോയിട്ട് നമ്മൾ പാൻ നമ്പർ അടിച്ച ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് KYC രജിസ്റ്റർ ചെയ്ത് അതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ ഇട്ട് തരാം കേട്ടോ. അതൊന്ന് അടിച്ച് നോക്കിയാൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന് ഇത് ഡയറക്റ്റ് പ്രൊസീജിയറാണ്, RBIയുടെ വെബ്സൈറ്റാണ്, വെരി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിന് വേറെ ഏജൻസ് വേണ്ട, റിക്കവറി ഏജൻസ് വേണ്ട, കമ്മീഷൻ വേണ്ട, ഇടനിലക്കാരൻ വേണ്ട, വക്കീൽ വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. വെരി സ്ട്രൈറ്റ് പ്രൊസീജിയറാണ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഏതൊരു ഇടനിലക്കാരനും അത് നല്ലതല്ല.
അത് നല്ലതല്ല. അതൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു റിയാലിറ്റിയാണ്. ഇതിപ്പോൾ RBIയിലേക്ക് തിരിച്ചു പോകാത്ത എത്ര സമ്പത്തുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ബാങ്കിലുള്ള FD ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിലല്ലേ തിരിച്ചു പോകുള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആണെങ്കിലല്ലേ തിരിച്ചു പോകുള്ളൂ. ഇൻഷുറൻസ് ആണെങ്കിൽ അതങ്ങനെ അൺക്ലെയിംഡ് ആയിട്ട് അവിടെ കിടക്കും. അതൊക്കെ തിരിച്ചു പോകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും ഒരാൾ ഒരു കോഫി ഷോപ്പിൽ പാർട്ട്ണർഷിപ്പ് കൂടി, എനിക്കതിൽ 25% 70% പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എൻ്റെ ഭാര്യയോട് ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ മരണപ്പെട്ടു, എൻ്റെ പാർട്ട്ണർ അത്ര സത്യസന്ധനായിരുന്നില്ല, അയാളത് കൊണ്ടു നടക്കില്ല, അയാൾ പറയില്ലല്ലോ. അങ്ങനെ അവിടെ ബിൽഡിങ് ഇവിടെ ബിൽഡിങ്, ചിലപ്പം ചില ആളുകൾ മറ്റൊരാളുടെ പേരിലായിരിക്കും പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടാകുക പല കാരണങ്ങളാൽ. അപ്പോൾ അത് ഇയാൾ മരണപ്പെട്ടാൽ അത് അയാൾക്ക് പോകല്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് റിസ്ക്. ഈ ഏരിയയിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ജീവിതമായിട്ട് ഇത് ആപ്ലിക്കബിളാണ്. വൺ വേ ഒരു അതർ വേ നമ്മളെ സ്വത്ത് വിവരങ്ങൾ സ്ട്രക്ചർ ആക്കിയിട്ടില്ല. അതാക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ മരണശേഷം നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ മരണശേഷം ബാങ്ക് നമുക്ക് പൈസ കൊണ്ടുവന്നിരുന്നോ, നമ്മളെ പാർട്ട്ണർ കൊണ്ടുവന്നിരുന്നോ, നമ്മളെ ബ്രദേഴ്സ് കൊണ്ടുവന്നിരുന്നോ, നമ്മളെ ബന്ധുക്കൾ കൊണ്ടുവന്നിരുന്നോ, നമ്മളെ ഫ്രണ്ട്സ് കൊണ്ടുവന്നു, ആരും കൊണ്ടുവന്നിരില്ല. നമ്മളെ മരണശേഷം നമ്മളെ ഭാര്യയ്ക്കും കുട്ടികൾക്കും നമ്മുടെ സമ്പത്ത് ആരും കൊണ്ടുവന്നിരില്ല. നമ്മളായിട്ട് ലീഗലി പോർട്ട്ഫോളിയോ ആക്കി അവർ കൈ കൊടുത്താൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ എന്ന് ജീവിതം കണ്ട് ഒരുപാട് പഠിച്ച ഒരു മനുഷ്യൻ്റെ വീഡിയോ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഫാമിലി ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഞാനിവിടെ പറയുന്നില്ലെങ്കിലും, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഉമ്മക്കും നിങ്ങളുടെ ജ്യേഷ്ഠനും പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിങ്ങൾ അതിൻ്റെ സാമ്പത്തിക പോർട്ട്ഫോളിയോ തയ്യാറാക്കി ആ ഇൻഫർമേഷൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ എപ്പോഴും ഏൽപ്പിക്കും. ഒരു മനുഷ്യൻ എപ്പോൾ മരിക്കുമോ എപ്പോൾ പോകുന്നു അറിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു RBIയുടെ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഇത്രയും ഡെപ്തുള്ള ഒരു പ്രശ്നമാണ് ഈ പ്രശ്നമെന്ന് മനസ്സിലായത്. കാരണം ഈ ക്ലയൻറ്റ് വന്നപ്പോഴും ആ റിപ്പോർട്ടൊന്ന് മാച്ച് ആയപ്പോഴാണ് ഈ ഒരു വിഷയത്തിലേക്ക് എൻ്റെ ശ്രദ്ധ ക്ഷണിക്കപ്പെട്ടത്. അപ്പോൾ താഴെയുള്ള പോർട്ടലിൽ പോയി നിങ്ങളുടെ പാൻ നമ്പർ അടിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാൻ നമ്പർ അടിച്ച് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ പേരിൽ അൺക്ലെയിംഡ് മണി ഉണ്ടോ എന്ന്. എന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിക്കുക, നിങ്ങളുടെ സമ്പത്തൊക്കെ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ, അല്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആർക്കും കേട്ടാൽ ബോധ്യമാവുന്ന, കണ്ണു തുറപ്പിക്കുന്ന ഒരു വീഡിയോ ആവട്ടെ. ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും, പ്രിയപ്പെട്ടവരിലേക്ക്. മറ്റൊരാശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.